കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തായ ദിവസം തന്നെ ജോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് റാങ്ക് നൽകിയ ഉദ്യോഗാർത്ഥിയെ വിസിയുടെ ഉത്തരവില്ലാതെ രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിപ്പിച്ചു. ജിയോഗ്രഫി വകുപ്പിലെ ജനറൽ മെറിറ്റിലെ അധ്യാപക നിയമനം ഹൈക്കോടതി തടഞ്ഞിരിക്കുമ്പോഴാണ് അതേ ഇന്റർവ്യൂവിൽ സംവരണ തസ്തികയിൽ റാങ്ക് ചെയ്ത പി ബാലകൃഷ്ണന് ജോലിയിൽ പ്രവേശിക്കാൻ രജിസ്ട്രാർ അനുമതി നൽകിയത്. ഡോക്ടറേറ്റ് ബിരുദം നേടിയ 6 പേരെ ഒഴിവാക്കിയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ താൽക്കാലിക അധ്യാപകനായ ബാലകൃഷ്ണന് മുൻ വൈസ് ചാൻസലർ റാങ്ക് നൽകിയത്. മുൻ വിസി ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നുള്ള വിഷയവിദഗ്ധരെ ഓൺലൈനായി പങ്കെടുപ്പിച്ചായിരുന്നു ഇന്റർവ്യൂ നടത്തിയത്. വിവരാവകാശ നിയമപ്രകാരം നിയമന ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോഴാണ് സർവകലാശാലയുടെ നിയമന ഉത്തരവ് കൂടാതെയാണ് ഇയാളെ സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിപ്പിച്ചതെന്ന് സർവകലാശാല അറിയിച്ചത്. കണ്ണൂർ സർവകലാശാലയിൽ എന്തും നടക്കുമെന്നതിന് ഉദാഹരണമാണ് നിയമന ഉത്തരവ് കൂടാതെയുള്ള ബാലകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനമെന്ന് KPCTA കണ്ണൂർ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷിനോ പി ജോസ് പറഞ്ഞു. വിസി അറിയാതെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി നൽകിയ കണ്ണൂർ രജിസ്ട്രാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അനധികൃതമായി അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചയാളെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വിസിക്കും നിവേദനം നൽകി.